നവകേരള രക്ഷാപ്രവർത്തനത്തിന്റെ കോടതി വിധി എന്ന് വന്നു. എല്ലാ പ്രതികളും, അതായത് ഗൺമാന്മാരെ ഉൾപ്പെടെയുള്ളവരെ എല്ലാം വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും കൊടുത്തിട്ടാണ് പോയതെന്നാണ് ഈ വിധിയിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ അല്ലെങ്കിൽ കോടതി നടപടികളിൽ പിണറായി വിജയനോ CPM ഇടപെട്ടു എന്നുള്ളതല്ല, ഈ കേസിന്റെ നടപടിക്രമം ആദ്യം മുതൽ ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്തതായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കേസ് എന്ന് പറയുന്നത് 2023 2023 ഡിസംബർ 15 ഈ ഒരു ജനറൽ ആശുപത്രി, ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് ഇപ്പോഴത്തെ ആലപ്പുഴ MLA AD തോമസും ജുവലിനും 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള യാത്രയ്ക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കരികൊടി കാണിക്കുന്നു. പിന്നാലെ വരുന്ന ഒരു ഗൺമാന്മാരുടെ സംഘം ഇറങ്ങി ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. അന്നു മുതൽ ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നതും അതിന് ശേഷമാണ് ഇപ്പോൾ SIT അന്വേഷണത്തിൽ തെളിഞ്ഞാണ് ഒരു ADGPയുടെ ഓഫീസിൽ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച്. അന്ന് മുതൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നവരാണ് AD തോമസും ജുവലും. അവരുടെ കേസ് വന്നപ്പോൾ തന്നെ അന്ന് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാക്കാനുള്ള പ്രോസിക്യൂട്ടർമാർ, അല്ലെങ്കിൽ ഇവർക്ക് ആരായിരിക്കണം ഈ കേസിൽ ഹാജരാകേണ്ട പ്രോസിക്യൂട്ടർമാർ, ഈ കേസിൽ നിയമ പോരാട്ടം തുടർന്നു പോയാൽ ഉണ്ടാകാവുന്ന മുൻകരുതൽ എല്ലാം മുന്നിൽ കണ്ട് പ്രോസിക്യൂട്ടറെ അടക്കം നിശ്ചയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാർ മാറിയത്. ഇപ്പോൾ ഈ വിധി വന്നു. ഈ 5 പ്രതികൾ, അതായത് ആരൊക്കെയാണ് പുറത്തുവിട്ടതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രധാന ഗൺമാനായിരുന്ന S അനിൽകുമാർ, സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന S സന്ദീപ്, VK ഷൈജു, R അരുൺകുമാർ, VP വിപിൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്കെതിരെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നതിന് ശേഷം AD തോമസ് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ കേസിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഈ കേസിലെ പ്രോസിക്യൂഷനെ നിയമിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അതായത് AD തോമസിന് നീതി വാങ്ങിച്ചു കൊടുക്കാനായി വാദിക്കേണ്ടവർ കൃത്യമായി വാദിച്ചില്ല എന്നൊരു ആരോപണമാണ് ഉന്നയിച്ച്. ഇതിൽ കൂടുതൽ പറയാനുണ്ട്. വിധി കൂടി പരിച്ചതിന് ശേഷം വ്യക്തമായി പറയാം എന്നാണ് AD തോമസ് പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു കേസ് വന്നാൽ എങ്ങനെ ഇവരെ രക്ഷിക്കണം എന്നുള്ള അതിലെ കണക്കാക്കി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് AD തോമസ് പറയുന്നത്. നിയമ പോരാട്ടം തുടരുമെന്ന് പറയുന്നുണ്ട്. ഈ മുൻകൂർ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് AD തോമസിന്റെയൊക്കെ നീക്കമെന്ന് തോന്നുന്നു. ഈ വിധിപ്പകർപ്പ് വന്നു കഴിഞ്ഞാൽ നാളെ മറ്റന്നാളോ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് AD തോമസും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും. കാരണം ഞങ്ങളെ കുഞ്ഞുങ്ങളെ തല്ലിയവരെ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഈ ഭരണത്തിൽ വന്ന ഉടൻ തന്നെ ആദ്യം ലഭിച്ച നിവേദനവും AD തോമസിന്റെ ആയിരുന്നു. അതിൽ കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഒരു മികച്ച ഉദ്യോഗസ്ഥനെ തന്നെ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമാക്കി കൃത്യമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സർക്കാരിന്റെയും പ്രതികരണം എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. ശരിക്കും CPM അനുകൂലികൾക്കൊഴിച്ച് ഇന്നത്തെ കോടതി വിധി ആർക്കും ഒരു സന്തോഷകരമായിരിക്കത്തില്ല. കാരണം ആ ഒരു വീഡിയോ കണ്ട ആർക്കും AD തോമസിനും മറ്റേ വ്യക്തിക്കുമൊക്കെ ഇത് കൊടുക്കണം, ന്യായം വേണം എന്നുള്ള രീതിയിലായിരുന്നു. ശരിക്കും ഈ കോടതി വിധി ശരിക്കും ഒരു സങ്കടകരമായി പോയില്ലേ? അല്ല, അതങ്ങനെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ 2 കുട്ടികളെ അകാരണമായാണ് മർദ്ദിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ബസ് പോയതിനു ശേഷം കരിങ്കൊടി പ്രതിഷേധം മാത്രം നടത്തിയ 2 കുട്ടികളെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായിട്ടാണ്. അവർക്ക് ഗൺമാന്മാർക്ക് ഇറങ്ങി ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ നേരിടാനുള്ള ഒരു അധികാരവുമില്ല. ആ അധികാരമില്ലാതിരിക്കെ ചട്ടവിരുദ്ധമായി ഇറങ്ങി മർദ്ദിക്കുന്ന രംഗങ്ങളാണ് വേണ്ടത്. പക്ഷെ കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതിയുടെ വിലയിരുത്തൽ കോടതിയുടേതായ വിലയിരുത്തലാണ്. കോടതിക്ക് ഈ രീതിയിലാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വിധി വന്നത്. ഈ സമയങ്ങളിലെല്ലാം ഈ കോടതി ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കൃത്യമായി എല്ലാ വശങ്ങളും പരിശോധിച്ചിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. എല്ലാ കാര്യത്തിലും റിപ്പോർട്ട് തേടി, പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞു. അതുപോലെ തന്നെ ഈ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന്റെ ക്യാമറാമാൻ പകർത്തിയിട്ടുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഈ വിധി പറഞ്ഞ ജഡ്ജിയായ ഹണിയം വർഗീസ് പലതവണ ആവർത്തിച്ച് കണ്ട ശേഷമാണ് തലയ്ക്ക് അടിയേറ്റിട്ടുണ്ടോ, കുഞ്ഞു മാറിയത് കൊണ്ടല്ലേ അടികിട്ടിയത് എന്നുള്ള ചോദ്യങ്ങൾ തന്നെ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ വിശദമായ വാദങ്ങൾ ഇതിൽ കേട്ടിട്ടുണ്ട്. കോടതിക്ക് ഇങ്ങനെയാണ് ബോധ്യം വന്നത്. കോടതി വിധിയെ നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് ഉപരി കോടതികളിലേക്ക് നമ്മൾ അപ്പീൽ പോകുക എന്നുള്ളതാണ്. കോടതിയിൽ പക്ഷെ കൃത്യമായി കേസ് പ്രോസിക്യൂഷൻ നടപ്പിലാക്കിയില്ല എന്നുള്ള AD തോമസിന്റെ ആരോപണം അതാണ് പ്രസക്തമായി നിൽക്കുന്നത്. ഇന്ന് ആഭ്യന്തരമന്ത്രി ഇതിനെതിരെ പ്രതികരിച്ചായിരുന്നു. ഇത് കുറച്ചുകൂടെ ഇതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും കൂടുതൽ കോടതി വിധിയെ
ഒന്ന് നോക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം സർക്കാർ ഇതിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അല്ല, സർക്കാർ ഇത് ആദ്യമേ പറഞ്ഞല്ലോ. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ VD സതീശനും അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാം എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മർദ്ദിച്ചവരെ ഒന്നും വെറുതെ വിടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യം എടുക്കുന്നത്. പുനരന്വേഷണം നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ. ആ സ്ഥലത്ത് ഒരു MLA കൂടിയായ മർദ്ദനമേറ്റ തോമസിന്റെ നിവേദനം ലഭിച്ചപ്പോൾ തന്നെ വളരെ പെട്ടെന്നാണ് സർക്കാർ SITയും ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ നിയോഗിച്ചത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. ഓരോ ദിവസവും എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താണ്? ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലാണ് ഈ ആദ്യം ഗൺമാന്മാർക്ക് വീഴ്ച വന്നു എന്ന അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്നുള്ളതാണ്. ആ തിരുത്തിയ 2 ഗ്രേഡ് SIമാർ കരഞ്ഞുകൊണ്ട് മൊഴി നൽകിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പറയുന്നത് ഇവർക്ക് ലാത്തി പോലീസിൽ നിന്ന് നൽകിയതല്ല, ഇവർ ഉപയോഗിച്ച ലാത്തിയും പോലീസിന്റെ മാനദണ്ഡത്തിൽ പറയുന്നതല്ല. അപ്പൊ സ്വന്തം നിലയിൽ ലാത്തി വാങ്ങി ഈ കുട്ടികളെ അടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ SITയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ADGPക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ADGPക്കെതിരെ നടപടി ഉണ്ടാവാനാണ് സാധ്യത. കാരണം അത്രത്തോളം പിണറായി വിജയന്റെ വളരെ അടുത്ത നിന്ന് പ്രവർത്തിച്ച് ആ സമയത്ത് നടന്ന എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ്ഡ് ആയിരുന്ന ഒരു ADGPയാണ് അജിത് കുമാർ. അപ്പൊ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും എടുക്കുന്നത്. കാരണം ഇങ്ങനെ വരില്ലാതെ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിയില്ല. അതാണ് കാരണം ഈ കുട്ടികളെ അടിക്കുന്നത് അത്രത്തോളം ജനങ്ങൾ കണ്ട് അതിനെതിരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനോ ഒരു സമവായത്തിനോ ഉള്ള കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരെ വളരെ വേഗത്തിൽ സസ്പെൻഡ് ചെയ്തത്. ഈ അന്വേഷണ റിപ്പോർട്ട് കൂടെ പഠിച്ച ശേഷം തുടർ നടപടികൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ 5 പേര് ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി, ഇവര് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ല. അല്ല, ഈ 5 പേര് ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് മാത്രമല്ല, ഇവര് ഒളിവിൽ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ആദ്യം കോടതി ഹാജരാകാനാണ് പോയത്. ഈ കേസും അന്വേഷണ SIT എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോടതിയിൽ കീഴടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവർ കോടതി കീഴടങ്ങില്ല. കാരണം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അവർ ഒളിവിൽ പോവുകയായിരുന്നു. ഈ ഒളിവിലിരുന്നിട്ടും ഇവര് റീൽസ് അടക്കമെല്ലാം ഇത് ചെയ്തു. ഭരണമേ മാറിയിട്ടുള്ളൂ. പോലീസ് അന്നും ഇന്നും പോലീസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ അത്ര പെട്ടെന്നൊന്നും ഏത് ഭരണത്തിലായാലും പോലീസുകാരെ പിടിക്കത്തില്ല. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ അവിടെ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പഴുതും അടച്ച് ഇവരെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ മാത്രമേ സ്വന്തം സേനയിൽ അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ തന്നെ സേനയിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിക്കുക. അതുകൊണ്ടാണ് അവർക്ക് പിടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെ ഒളിവിൽ സങ്കേതത്തിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ റീലിടുന്നതൊക്കെ. പക്ഷെ സർക്കാർ ശക്തമായൊരു നിലപാടെടുത്താൽ, സർക്കാർ ഇത് അറസ്റ്റ് വേണം എന്ന് കൃത്യമായ നിർദ്ദേശം വന്നാൽ ഇത് വരും ദിവസങ്ങളിൽ ആക്കാം. പിന്നെ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് അറസ്റ്റ് എന്ന് പറയുന്ന നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇനി വളരെ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ പോവുക, മുൻകൂർ ജാമ്യം റദ്ദാക്കുക എന്നുള്ള വഴിയാണ് ഇനി നിയമപരമായിട്ടുള്ളത്. ആ നിയമപരമായ വഴി തേടുമെന്ന് AD തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരും അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത.